ഹിസ്റ്ററി ഓഫ് ഹൈവേ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ക്ലാസ് നോക്കിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോമൻ റോഡ്സ് പഠിച്ചു അല്ലെ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ സെക്കൻഡ് വരുന്നത് ഏതാണ്? ട്രെസാഗിയേറ്റ് മെത്തേഡ് ആണ് അല്ലെ. ട്രെസാഗിയേറ്റ് മെത്തേഡ് ആണ് സെക്കൻഡ് വരുന്നത്. ഇതിനെ തന്നെ നമ്മൾ എന്താണ് പറയാ? ഫ്രഞ്ച് റോഡ്സ് എന്നും പറയും അല്ലെ. ഫ്രഞ്ച് റോഡ്സ് എന്നും നമ്മൾ ഇതിനെ പറയും. ഇനി നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്കവേഷൻ എടുത്തതിന് ശേഷം അതിൽ വലിയൊരു കർബ് കൊടുക്കും. കർബ് സ്റ്റോൺ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സെയിം താഴെ ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. സെക്കൻഡ് ലെയറിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ബ്രോക്കൺ പീസസ് ഓഫ് സ്റ്റോൺസ് ആണ്. തേർഡ് കൊടുക്കുന്നത് ഒരു വിയറിംഗ് സർഫസ് ആണ്. ഈ ഒരു വിയറിംഗ് സർഫസ് കൊടുക്കുന്നത് ഒരു സ്ലോപ്പിലാണ്. എത്ര സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/45 സ്ലോപ്പിലാണ് നമ്മൾ ഈ ഒരു വിയറിംഗ് സർഫസ് കൊടുക്കുന്നത്. അവിടെ സ്മോൾ സ്റ്റോൺസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക. എത്രയാണ് ഇതിൽ നോക്കാനുള്ളത്? ഇതിൽ നമ്മൾ കുറച്ച് മുന്നത്തെ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞില്ലേ, റോമൻ റോഡ്സ്, അതിൽ നിന്നും ബെറ്റർ ആയിട്ട് അതിൻ്റെ ആ ഒരു ഡിസ്അഡ്വാൻറ്റേജസിനെ ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ട്രെസാഗിയേറ്റ് മെത്തേഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 300 ആണ് വരുന്നത്. 300 mm ആണ് വരുന്നത്. റോമൻ റോഡ്സിൽ നമ്മൾ 750 പറഞ്ഞു അല്ലെ. 750 to 1200 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷന്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1/45 ഡ്രെയിനേജും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ഇതിൽ പോയിന്റ്സ് എഴുതേണ്ടത് എന്തൊക്കെയാണ്? ചീപ്പർ ആൻഡ് ഡ്രെയിനേജ് പ്രൊവൈഡഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ട്രെസാഗിയേറ്റ് മെത്തേഡിൻ്റെത് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയറെ ട്രെസാഗിയേറ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റോഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഡെപ്ത് ഓഫ് റോഡ് വരുന്നത് 300 mm ആണ്. നമ്മൾ കൊടുത്തിട്ടുള്ള സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് വരുന്നത് 1/45 ആണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ കമ്പയർ ടു റോമൻ റോഡ്സ് മെറിറ്റ്സ് എടുത്ത് പറയുന്നത് എന്താണ്? ചീപ്പ് അല്ലെങ്കിൽ കോസ്റ്റ് ലോ എന്ന് പറയാം അല്ലെ, കമ്പയർ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജ് ഈസ് പ്രൊവൈഡഡ്. അപ്പൊ ഇത്രയാണ് ട്രെസാഗിയേറ്റ് മെത്തേഡിൽ നോക്കാനുള്ളത്. എന്തൊക്കെയാണ്? സ്ലോപ്പ് 1/45 ഓർത്ത് വെക്കുക. ഡെപ്ത് ഓഫ് റോഡ് 300 mm ഡെവലപ്പ് ചെയ്തത് പിയറെ ട്രെസാഗിയേറ്റ് ആണ്. അതുപോലെ തന്നെ ചീപ്പർ ആൻഡ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും